എവരിവൺ, എല്ലാവർക്കും പാണ്ടസ് ഫെസ്റ്റിവലിൻ്റെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഡിസംബർ 1 ഇന്ത്യ ഒട്ടാകെ നാഷണൽ ഹൈവേ ടോൾ പ്ലാസകളിൽ നിലവിൽ വരാൻ പോകുന്ന ഫാസ്ടാഗിനെ കുറിച്ചാണ്. തുടക്കത്തിൽ നമ്മൾക്കും കാര്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എവിടെ നിന്ന് കിട്ടും, എന്തൊക്കെ പേപ്പേഴ്സ് വേണം, എത്ര രൂപയാകും, എങ്ങനെ റീചാർജ് ചെയ്യും എന്നൊക്കെ. അപ്പോൾ നമുക്കിന്ന് ഈ പറഞ്ഞ എല്ലാ സ്റ്റെപ്പുകളും നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അരൂർ കുമ്പളം ടോൾ പ്ലാസയാണ്. അപ്പോൾ അവിടുത്തെ ഓഫീസിൽ നമുക്ക് പോയി നോക്കാം. ഇവിടുത്തെ ടൈമിംഗ് അറിയാൻ കഴിഞ്ഞത് രാവിലെ 10 മണി തൊട്ട് ഒരു 5:30 വരെ, മൺഡേ ടു സാറ്റർഡേ ആണ് അതിൻ്റെ ഒരു ടൈമിങ്. സൺഡേയിലും ഉണ്ട്, പക്ഷേ അവിടെ വെൻഡേഴ്സ് വളരെ കുറവായിരിക്കും. പല ബാങ്കുകളുടെ ആൾക്കാർ, അതുപോലെ തന്നെ PayTMൻ്റെ ആളുകൾക്ക് അവിടെ ഫാസ്ടാഗ് ഡെലിവറി ചെയ്യാൻ വേണ്ടി ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് പോയി നോക്കാം, ഓഫീസിൽ പോയി നോക്കാം. അപ്പോൾ ടോൾ പ്ലാസയുടെ ഓഫീസിൽ ഫാസ്ടാഗിന് സെപ്പറേറ്റ് ആയിട്ട് റൂം തന്നെ ഉണ്ട് അവർക്ക്. ഞങ്ങൾ പോയത് സൺഡേ ആണ്, അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ എല്ലാ ടോൾ പ്ലാസയിലും ഒരുപോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത്. ഇതിനായിട്ട് ഡോക്യുമെൻറ്റ്സ് വേണ്ടത് ആകപ്പാട് ആധാർ കാർഡ്, കൃത്യമായിട്ട് കേൾക്കുക, ആധാർ കാർഡ്, RC ബുക്ക്, ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ, പിന്നെ ഒരു 500 to 550 രൂപ. പല കാർഡിനും പല വിലയാണ്, പല ബാങ്കുകളുടെ കാർഡുകളുണ്ടല്ലോ, അപ്പോൾ പല വിലയാണ് അതിനുള്ളത്. പിന്നെ സെൻട്രൽ ഗവൺമെൻറ് ഇതൊക്കെ ഫ്രീ ആക്കുമെന്നൊക്കെ പലയിടത്തും കേട്ടു. അത് നമ്മൾ കണ്ടെയ്നർ ടെർമിനലിലുള്ള പ്ലാസയിലും അതുപോലെ തന്നെ ഇവിടെ അരൂർ കുമ്പളത്തുള്ള ടോൾ പ്ലാസയിലൊക്കെ തിരക്കി, പക്ഷേ അവർക്കൊന്നും അങ്ങനത്തെ ഒരു വിവരം ലഭിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ 500 to 550 രൂപയും ഇതിനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ടോൾ പ്ലാസേൻ്റെ ഉള്ളിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം അവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഒരാൾക്ക് മാക്സിമം എടുക്കുന്ന ഒരു 5 to 10 മിനിറ്റ് ആണ്, പക്ഷേ ക്യൂവിൻ്റെ ലെങ്ത് അനുസരിച്ചിരിക്കും നിങ്ങളുടെ കാര്യങ്ങൾ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പല ബാങ്കുകളുടെയും കാർഡുകൾ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ പലതിനും പല മിനിമം ബാലൻസ് വേറെ സെപ്പറേറ്റ് ആണ്. അപ്പോൾ അതിൽ ബെറ്ററായിട്ട് SBI അതുപോലത്തെ കുറച്ച് ബാങ്കുകളുടെയാണ് നമുക്ക് നല്ലതായിട്ട് തോന്നിയത്. കാരണം അതിന് 100 രൂപയുള്ളൂ അതിൻ്റെ മിനിമം ബാലൻസ്. PayTM ആണ് 150, ബാക്കി കുറേ ബാങ്കുകൾക്ക് 200 രൂപയാണ്. അപ്പോൾ നമ്മൾ SBIയുടെ കാർഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ SBIയുടെ ഫാസ്ടാഗ്. ഇതിനിപ്പോൾ 550 രൂപയാണ് ഇതിൻ്റെ ഫീസായത്. 100 രൂപ ഇപ്പോൾ തന്നെ നമ്മുടെ കാർഡിൽ ആഡ് ആയിട്ടുണ്ട്. നമുക്ക് പിന്നെ ഏത് ബാങ്കിൻ്റെ കാർഡ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് അവിടെ അക്കൗണ്ടൊന്നും വേണമെന്നില്ല. സാധാരണ നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യുന്ന പോലെ നമുക്ക് റീചാർജ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ മൈ ഫാസ്ടാഗ് എന്നുള്ളൊരു ആപ്പ് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. നമ്മളിങ്ങനെ MYFASTAG സെർച്ച് ചെയ്യുന്നു, മൈ ഫാസ്ടാഗ്. അത് നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നമ്മുടെ മൈ ഫാസ്ടാഗ് ആപ്പ് നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ ഒരു സ്ക്രീനിലേക്ക് വരും. അവിടെ പെർമിഷൻസൊക്കെ നമ്മൾ അലോ ചെയ്യുക. പെർമിഷൻസ് അലോ ചെയ്തിട്ട് നമ്മൾ ബാങ്കിൻ്റെ പോർട്ടലിൽ ലോഗിൻ ടു ബാങ്ക് പോർട്ടൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാൻ. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ നിന്ന് നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സെലക്ട് ചെയ്യുക. സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഫാസ്ടാഗ് ആയതുകൊണ്ടാണ് നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സെലക്ട് ചെയ്യുന്നത്. മറ്റ് ബാങ്കുകളുടെ ആണെങ്കിൽ അത് ചൂസ് ചെയ്യണം. ഇത് നമുക്ക് പാസ്വേഡ്, യൂസർ നെയിം പാസ്വേഡ് അടിച്ച് കയറണം. അവിടെ യൂസർ നെയിം എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ നമ്പറാണ്. പാസ്വേഡ് എന്ന് പറയുന്നത് നമ്മൾ ടോൾ പ്ലാസയിൽ നിന്ന് നമ്മൾ ആക്ടിവേറ്റ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ട് 4 ഡിജിറ്റ്. പിന്നെ നമ്മൾ ക്യാപ്ചർ ടൈപ്പ് ചെയ്യാറുണ്ട്, എന്നിട്ട് നമ്മൾ സൈൻ ഇൻ ചെയ്യുക. ഇനി നമ്മൾ പാസ്വേഡ് ചേഞ്ച് ചെയ്യണം. പുതിയ പാസ്വേഡിന് നമുക്ക് 8 ക്യാരക്ടർ ലെങ്ത് വേണം, സ്പെഷ്യൽ ക്യാരക്ടർ നമ്പറും വേണം. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അക്കൗണ്ട് സമ്മറിയിൽ നമ്മുടെ എത്ര ക്യാഷ് ബാലൻസ് ഒക്കെ ഉണ്ടെന്ന് കാണിക്കും. ഇനി മുകളിൽ നമ്മൾ ഹാംബർഗർ മെനു, നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഹാംബർഗർ മെനു നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്കവിടെ ടാഗ് റീചാർജ് എന്നുള്ള ഓപ്ഷൻ, അതിൽ നിന്ന് നമ്മൾ ടാഗ് റീചാർജ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്മൾ റീചാർജ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് വെഹിക്കിൾ ഡീറ്റെയിൽസ് കാണിക്കും. നമുക്ക് 2-3 വണ്ടി ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കും. അപ്പോൾ ഏത് വണ്ടിയാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നമുക്ക് റീചാർജിൻ്റെ ഓപ്ഷൻ എന്താ, നമുക്ക് താഴത്ത് ചൂസ് ടൈപ്പിൽ ബിൽ ഡെസ്ക് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൻ്റെ താഴത്ത് നമ്മൾ എത്ര രൂപയാണ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. പേ നൗ എന്നുള്ള ഓപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്താ, നമുക്ക് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് പ്ലസ് പിന്ന്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, അങ്ങനെ ഏത് ഓപ്ഷനാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. അതിൽ ഞാനിപ്പോൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് ആണ് ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ സ്ക്രീനിലേക്ക് പോകും. അതായത് ഇതുപോലെ വരും. അപ്പോൾ ഇതിൽ നിന്ന് ഏത് ബാങ്കാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് മേക്ക് പേയ്മെൻറ്റ്, ബാക്കി നമുക്ക് ബാങ്കിൻ്റെ ഓപ്ഷൻസാണ്. ഓക്കെ, അത് കഴിയുമ്പോഴത്തേക്കും ഇനി നമുക്ക് ഒട്ടിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് റിയർ വ്യൂ മിററിൻ്റെ തൊട്ട് താഴത്തായിട്ട് ഒട്ടിക്കാനാണ് അവർ പറയുന്നത്, സെൻട്രലായിട്ട്. കാരണം സൈഡിലൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് കിട്ടാൻ പാടായിരിക്കും സ്കാൻ ചെയ്യുന്നിടത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ ഈ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.